പത്തനാപുരം കലഞ്ഞൂരിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മദ്യപാനത്തെ തുടർന്നുണ്ടായ തർക്കത്തിന് ശേഷമാണ് കൊലപാതകമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്നാംകുറ്റി കഞ്ചോട് അലയത്ത് വീട്ടിൽ മനുവാണ് മരിച്ചത്. സുഹൃത്ത് ശിവപ്രസാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശ്രീജിത്ത് ശ്രീകുമാരൻ കലഞ്ഞൂരിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കാൻ എന്താണ് ശരിക്കുമുള്ള കാരണം? SKN ഈ രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. നിരവധി തവണ ഈ പ്രദേശത്തേക്ക് വരുന്ന ആളാണ്. ഒന്നാംകുറ്റി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്, കലഞ്ഞൂർ. ആ മേഖലയിൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ശിവപ്രസാദിൻ്റെയും വീട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രതിയായ മനുവിൻ്റെ വീട്ടിലാണ്. ഈ മനുവും ശിവപ്രസാദും ഇന്നലെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. ഹിറ്റാച്ചിയും ടിപ്പറും ഒക്കെ ഉള്ള ആളാണ് ഈ ശിവപ്രസാദ്. എന്തായാലും ഇരുവരും ചേർന്ന് രാത്രി മദ്യപിച്ചു. അതിനുശേഷം എന്തോ തർക്കമുണ്ടായെന്നാണ് പറയുന്നത്. തൊട്ടടുത്ത വാർഡ് മെമ്പർ വീട്ടിൽ ചെന്ന് അവരെ വിവരം അറിയിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ വാർഡ് മെമ്പറുടെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് മനു എന്ന് മാത്രം അറിയിച്ച് മടങ്ങിപ്പോയി. അപ്പോൾ തന്നെ ആ വാർഡ് മെമ്പറുടെ ഭർത്താവും രതീഷ്, അദ്ദേഹവും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടെ ഈ പ്രദേശത്തേക്ക് എത്തി. എന്തായാലും ആ പ്രദേശത്തേക്ക് വന്ന് നോക്കുമ്പോഴേക്കും വീണ് കിടക്കുകയായിരുന്നു, ചലനമറ്റ് കിടക്കുകയായിരുന്നു മനു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ ആ പ്രദേശത്ത് നിന്ന് ആംബുലൻസ് എല്ലാം വിളിച്ച് ശിവപ്രസാദ് തന്നെയാണ് കൊണ്ടുപോയത്. എന്തായാലും ശിവപ്രസാദ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മരണം സ്ഥിരീകരിച്ച ഉടൻ തന്നെ അയാൾ ഒളിവിൽ പോവുകയായിരുന്നു. അപ്പോൾ തന്നെ ഈ വാർഡ് മെമ്പറുടെ ഭർത്താവ് രതീഷും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി പ്രദേശം സെർച്ച് ചെയ്യുന്നു. തൊട്ടടുത്ത മേഖലയിൽ നിന്ന് തന്നെ അല്പസമയത്തിനകം തന്നെ ഈ ശിവപ്രസാദിനെ കസ്റ്റഡിയിലെടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് മനുവിൻ്റെ ഹിറ്റാച്ചിയാണ്. വീട്ടിലെന്തോ ചെറിയ പണികളെല്ലാം നടന്ന ലക്ഷണം കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പറയുന്നു. എന്തായാലും മറ്റ് ദുരൂഹതകളൊന്നുമില്ല. പ്രതി എന്തായാലും പോലീസിൻ്റെ കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും. മനുവിന് 2 മക്കളുണ്ട്. തൊട്ടപ്പുറത്ത് ഒന്നാംകുറ്റിയിൽ, മനു അവിവാഹിതനാണ്. ശിവപ്രസാദിന് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അവർ തൊട്ടപ്പുറത്ത് തന്നെയാണ് താമസിക്കുന്നത്. എന്തായാലും പുലർച്ചെ 3:30 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കലഞ്ഞൂരിൽ നിന്ന് ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.